സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സംഖ്യാപുസ്തകം അധ്യായം 24, 17 തിരുവചനം. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ലതാനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സംഖ്യാപുസ്തകം 24 അധ്യായം 17 തിരുവചനത്തിൽ പിലെയാം എന്ന പ്രവാചകൻ സ്വർഗീയമായ ചില ദർശനങ്ങൾ കാണുകയാണ്. ദൈവം കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത അവിടുത്തെ ദാസന്മാരാണ് പ്രവാചകന്മാർ. അവർക്ക് അനധിവിദൂര ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ദൈവം ദർശനങ്ങളിൽ, വെളിപ്പാടുകളിൽ, ആത്മവിവശതകളിൽ, സ്വപ്നങ്ങളിൽ ഒക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ പ്രകാരം ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ബിലെയാം പ്രവാചകൻ പ്രസ്താവിക്കുകയാണ്. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ലതാനും. ഞാൻ അവനെ ദർശിക്കും, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. യാക്കോബിൽ നിന്ന് ഉദിച്ച നക്ഷത്രമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ, അഥവാ യാക്കോബിൻ്റെ വംശാവലിയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന യഹൂദ ഗോത്രത്തിൽ നിന്ന്, യഹൂദ ഗോത്രത്തിലെ ആ യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് ഒരു നക്ഷത്രമായി ഉദിക്കുമെന്ന് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ പ്രവചനം ദീർഘ വർഷങ്ങൾക്ക് ശേഷം നിറവേറി എന്നാണ് നാം കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന യാക്കോബിൽ നിന്നുള്ള ഒരു നക്ഷത്രം എന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സൂചനയാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ഒരു നക്ഷത്രം കൂടി വാനിൽ ഉദിക്കുവാനിടയായി. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്ന് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ലോകമെമ്പാടുമുള്ള ദൈവാലയങ്ങളിലും ഭവനങ്ങളിലും നക്ഷത്രങ്ങളെ തൂക്കുന്നത്. ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറുകയായിരുന്നു. ദൈവം പറയുന്നത് സമയബന്ധിതമായി നിറവേറുക തന്നെ ചെയ്യും. ഇന്ന് ഒരു വാഗ്ദാനം ദൈവം നമുക്ക് നൽകിയാൽ അത് ദർശനങ്ങളിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ ദൈവദാസന്മാരിലൂടെയോ ഏതോ ഒരു വിധത്തിൽ നമുക്കൊരു വാഗ്ദാനം നൽകിയാൽ പിന്നത്തേതിൽ അത് നിറവേറുവാനിടയാകും. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് അതാണ് നാം കാണുന്നത്. പ്രവാചകൻ ക്രിസ്തുവിനെ ഒരു യാക്കോബിൽ നിന്നുള്ള ഉദിച്ചുയരുന്ന നക്ഷത്രമായി കാണുകയാണ്. പിന്നത്തേതിൽ അത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയതായി നാം കാണുന്നു. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അവിശ്വസിക്കാതിരിക്കാം. ഒരു ദിവസം അത് നിറവേറുക തന്നെ ചെയ്യും. ആമേൻ.
രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീഥിയൊരുക്കി മാലാഖമാർ, പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീഥിയൊരുക്കി മാലാഖമാർ, പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കന്യാമറിയത്തിൻ പുണ്യപുഷ്പം കൈവല്യരൂപനായി അവതരിച്ചു. കന്യാമറിയത്തിൻ പുണ്യപുഷ്പം കൈവല്യരൂപനായി അവതരിച്ചു. കാലിത്തൊഴുത്തിലെ കൂരിരുട്ടിൽ കാലത്തിൻ സ്വപ്നം തിളങ്ങിയല്ലോ. കാലിത്തൊഴുത്തിലെ കൂരിരുട്ടിൽ കാലത്തിൻ സ്വപ്നം തിളങ്ങിയല്ലോ. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീഥിയൊരുക്കി മാലാഖമാർ, പുൽമെത്ത വിരിച്ചു ഇടയന്മാർ.